ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ നേരിന്റെ കാത്തിരുന്ന വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലത്തെ നമ്മുടെ എസ്റ്റിമേറ്റ് കണക്കുകൾ തെറ്റിക്കാത്ത ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വേൾഡ് വൈഡ് കളക്ഷനാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതീക്ഷിച്ച പോലെ 30 കോടി രൂപയ്ക്ക് മുകളിൽ ലാലേട്ടന്റെ നേര് എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. വെറും 4 ദിവസങ്ങൾ കൊണ്ടാണ് ഈ പറഞ്ഞ വമ്പൻ കളക്ഷനിലേക്ക് ക്വാർട്ടർ റൂം ഡ്രാമ സിനിമ എത്തപ്പെട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ കളക്ഷൻ ഫിഗേഴ്സിലെ 12 കോടിക്ക് അടുത്ത് രൂപയും കേരള ബോക്സ് ഓഫീസിൽ നിന്നാണ്. അതേസമയം UAE കളക്ഷൻ മാത്രം 7 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമ വേറെ ലെവൽ തരംഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. ഇന്ന് തിങ്കളാഴ്ച വമ്പൻ കളക്ഷൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ 50 കോടി രൂപയ്ക്ക് മുകളിലെ നേര് എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കേരള ബോക്സ് ഓഫീസിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ ആദ്യ വീക്കെൻഡിൽ നേടിയെടുത്ത സിനിമകളുടെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ 4ാം സ്ഥാനത്ത് നേര് എന്ന സിനിമയും ഇടം പിടിച്ചിരിക്കുകയാണ്. 1ാം സ്ഥാനത്ത് തളപതി വിജയ് നായകനെത്തിയ ലിയോ എന്ന സിനിമയാണ്. 32 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും സിനിമ കളക്ഷൻ നേടിയെടുത്തത്. 2ാം സ്ഥാനത്ത് രജനികാന്തിന്റെ ജയിലർ എന്ന മറ്റൊരു തമിഴ് സിനിമയാണ്. ചിത്രത്തിൽ ലാലേട്ടൻ കൂടി ഭാഗമായിരുന്നു. ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 23 കോടി 65 ലക്ഷമായിരുന്നു സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. 3ാം സ്ഥാനത്ത് മമ്മൂക്കിയുടെ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയാണ്. ഈ വർഷത്തിലെ വിജയ സിനിമ കൂടിയായ കണ്ണൂർ സ്ക്വാഡ് 13 കോടി 25 ലക്ഷമായിരുന്നു കേരളത്തിൽ നിന്ന് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. 4ാം സ്ഥാനത്താണ് ഇപ്പോഴത്തെ ലാലേട്ടന്റെ നേര് ഇടം പിടിച്ചിരിക്കുന്നത്. 11 കോടി 91 ലക്ഷമാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. ഇനി വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നേര് എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ സിനിമയുടെ പ്രീസെയിൽ കണ്ടതോടെ തന്നെ കണ്ണൂർ സ്ക്വാഡിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ നേര് എന്ന സിനിമ പോസിറ്റീവ് ലഭ്യമായാൽ മറികടക്കുമോ എന്നൊരു ചോദ്യങ്ങളാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ കണ്ണൂർ സ്ക്വാഡിന്റെ കേരള FT കളക്ഷൻ മറികടന്ന നേര് എന്ന സിനിമ വമ്പൻ കളക്ഷനാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വീക്കിന്റെ കളക്ഷനിൽ വെറും 1.5 കോടിയിൽ താഴെ രൂപയുടെ ഡിഫറൻസ് മാത്രമേ കണ്ണൂർ സ്ക്വാഡും നേരിന്റെ കളക്ഷനും തമ്മിലുള്ളൂ. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് അതല്ലെങ്കിൽ മമ്മൂക്ക ആരാധകർ പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത് നേരെ ഇനി എങ്ങാനും കണ്ണൂർ സ്ക്വാഡിന്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ മറികടക്കുമോ ഇല്ലയോ എന്നാണ്. എന്തായാലും ഈ ഒരു കമ്പാരിസൺ തന്നെ നമ്മെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം കണ്ണൂർ സ്ക്വാഡും നേരും തമ്മിൽ ഒട്ടനേകം ഡിഫറൻസ് ഉണ്ട്. കണ്ണൂർ സ്ക്വാഡ് ഇന്ത്യ മുഴുവനും കറങ്ങി ചിത്രീകരിച്ച സിനിമ, മമ്മൂട്ടി കമ്പനിയുടെ ബിഗ് ബഡ്ജറ്റ് സിനിമ, ആരാധകരുടെ കണക്കുകൾ പ്രകാരം 1 കോടി 3 കോടി 10 കോടി എന്നിങ്ങനെ ബഡ്ജറ്റുള്ള സിനിമ. അതേസമയം ട്രാക്കേഴ്സിന്റെ കണക്കുകൾ പ്രകാരം 20 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ. അതേസമയം റൈറ്ററിന്റെ കണക്കുകൾ പ്രകാരം 32 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയാണ് കണ്ണൂർ സ്ക്വാഡ്. അതേസമയം കണ്ണൂർ സ്ക്വാഡ് ഒരു ക്വാർട്ടർ റൂം ഡ്രാമ സിനിമയല്ല, മറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മാസും ആക്ഷനും നിറഞ്ഞ സിനിമയാണ്. കൂടാതെ എല്ലാ സിനിമാറ്റിക് ഫീലും നൽകുന്ന സിനിമയാണ്. കൂടാതെ സോളോ റിലീസ് കൂടിയായിരുന്നു കണ്ണൂർ സ്ക്വാഡ് എന്ന് പ്രത്യേകം പറയട്ടെ. എന്നാൽ നേരിന്റെ കാര്യത്തിൽ ഇവിടെ ഒരു വമ്പൻ ക്ലാഷ് റിലീസുമായിട്ടാണ് നേരെത്തിയത്. കുറഞ്ഞ സ്ക്രീനുകളിലാണ് എത്തിയത്. ഒരു സോളോ റിലീസും ഇല്ലാതെ ഒരു ക്വാർട്ടർ റൂം ഡ്രാമ സിനിമയായിട്ടാണ് എത്തിയത്. അങ്ങനെയുള്ള നേരുമായിട്ട് കണ്ണൂർ സ്ക്വാഡ് താരതമ്യം ചെയ്യുമ്പോൾ തന്നെ അവിടെ വ്യക്തമാകുന്നത് ലാലേട്ടന്റെ ഒരു സ്റ്റാർഡും ഒപ്പം തന്നെ നേര് എന്ന സിനിമയുടെ പവറെല്ലാം തന്നെയാണ്. നേരെ 50 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ കടന്നാൽ തന്നെ അത് വലിയൊരു കളക്ഷനാണ്. ഇനി അഥവാ കണ്ണൂർ സ്ക്വാഡിന്റെ ഫൈനൽ എല്ലാം തന്നെ നേരെ മറികടക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു നാണക്കേട് മമ്മൂക്കിക്കല്ല, മറിച്ച് മമ്മൂക്ക ആരാധകർക്ക് ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയ്ക്ക് ഡീഗ്രേഡിംഗ് ആണല്ലോ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കൂട്ടറിൽ നിന്നും നാം കണ്ടത്. കാത്തിരിക്കൂ നേരിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റുകൾക്കായി.